ഗായ്സ്, അപ്പോൾ ഇന്ന് ബസ് സമരമാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും കുറച്ച് ബസ്സൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എന്തായാലും ലീവില്ല, സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഷോപ്പ് ഓപ്പണാണ്. നമ്മുടെ അടിയിൽ എല്ലാവർക്കും ഷോപ്പ് ഓപ്പണാണ്. അമ്മയ്ക്കും ചന്തുവിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചുവിനെ അംഗൻവാടിയിലും വിട്ടിട്ടില്ല. അവർ അച്ഛൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവരാണ് രമ്യേച്ചിയും ബിന്ദുവേച്ചിയും. ഞാൻ അധികവും ഇടുന്ന ഡ്രസ്സ് ഞാൻ 2 പ്രാവശ്യം ഇട്ടപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഷോപ്പും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. ദർശന എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഓണർ വേറെയാണ്. അപ്പോൾ ഈ ബ്ലൗസ് എന്താ പറയുക, കല്യാണത്തിന് വേണ്ടിയിട്ട് രമ്യേച്ചി പ്രത്യേകം അടിച്ചതാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കല്യാണ പെണ്ണിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അടിപൊളിയില്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ അടുത്ത് തന്നെ തുണിയും അതുപോലെ റെഡിമെയ്ഡായി കൂടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്ത് തരും. അടിപൊളിയാണ്. പൂവത്ത് തന്നെയാണ് ഷോപ്പ്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് എടുക്കുന്നവർ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഷോപ്പുണ്ട്, അവാലി. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാം. എങ്ങനെയാണ്, അടിപൊളിയല്ലേ? അപ്പോൾ നേരെ ഞാൻ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ എൻ്റെ ഒരു പരിപാടികൾ ഇങ്ങനെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെയുള്ള ഒരു ആൾ, അതിൻ്റെ മുതലാളി മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപാരി വ്യവസായിൻ്റെ ഇതായിട്ട് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യണം ഉച്ചക്ക് എന്നുള്ള വിവരം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ച് നമ്മുടെ ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം 2 മണിയാകുമ്പം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ലോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മളും ക്ലോസ് ചെയ്ത് ഒരു 2 മണിക്കൂർ അകത്ത് തന്നെ ഇരുന്നു കൂട്ടാം. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് വീണ്ടും നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ നടന്ന് രാത്രിയായപ്പം ഷോപ്പൊക്കെ പൂട്ടിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചുവിനോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. ഇനി കിടന്നുറങ്ങണം. ബൈ ബൈ.